ഹലോ ഗായ്സ്, നമ്മുടെ എന്തായാലും പുതിയതായിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയതായിട്ട് ചാനലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളൊരു സോളോ പോവാണ്. നമ്മൾ ഇവിടെ ചാറിനെ നിന്ന് എല്ലാം നിരീക്ഷിച്ചിട്ട് നമ്മൾ മാക്സിമം പുഷ് ചെയ്ത് കളിക്കുക. ലാസ്റ്റാണ് നമ്മൾ അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചാടുമെന്ന് കൺഫ്യൂഷനാണ്. നമുക്ക് എന്തായാലും ഇവിടെ ചാടാം. വേറെ കാര്യമൊക്കെ ഉണ്ടോടെ നമ്മൾ നൈസായിട്ട് നോക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ഈ പറന്നിറങ്ങണ പക്ഷി എടുക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും ബ്ലൂ സോണിൽ ഇറങ്ങി എല്ലാത്തിനും ചാകര പോലെ അടിച്ച് തീർക്കാനുള്ള ഒരു പ്ലാനിൽ നമ്മളെന്തായാലും ഇറങ്ങുകയാണ്. എന്തായാലും ഈ സൈഡിലായിട്ടുള്ള ഇറങ്ങാം, സൈഡ് പിടിച്ചിറങ്ങാം. ആദ്യം മിനിമുണ്ട്, ഒരുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവനെങ്കിലും മാക്സിമം അടിച്ച് തീർക്കാനുള്ള പരിപാടിയാണ്. ബ്ലൂ വാളിട്ട് നമ്മളെന്നാലും MP40 കിട്ടി. എന്തായാലും നമുക്ക് എന്തായാലും റിവഞ്ച് നമുക്ക് എടുക്കള്ള. നമുക്ക് എന്തായാലും ഇച്ചിരി മാറി ഇറങ്ങാം. റിവഞ്ച് എടുക്കാൻ പോയാൽ എന്തായാലും ചാവുന്ന ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം ഒരു സൈഡിൽ പുഷ് ചെയ്ത് ലാസ്റ്റ് സോം വരെ മാക്സിമം പിടിച്ചിരിക്കാം. എന്തായാലും കില്ലെടുക്കണം, ബുയ് അടിക്കണം, പ്ലസ് വേണം. ഒരു മാക്സിമം ഒരു 2-3 കില്ല് വിത്ത് ബുയ് ആണെങ്കിൽ നല്ല അത്യാവശ്യം പ്ലസ് ഉണ്ടാവും. നമ്മൾ എന്തായാലും ഈ സൈഡിലായിട്ട് നമ്മൾ നൈസായിട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങി ഇവിടെ ഇനിമയൊന്നും ഇല്ലയെന്ന് ഉറപ്പായതിന് ശേഷം ഫമാസൊക്കെ ഇട്ടിട്ടുണ്ട്. ഫമാസ് ഇട്ട് വേറെന്നുള്ള ഇത് നമുക്ക് നൈസായിട്ട് അവിടെ ഇടാം. അപ്പം തന്നെ ആ സാധനം പറഞ്ഞു തരും. അതിനകത്ത് വലിയ ലൂട്ട് കിട്ടി. ഫുള്ള് ഫമാസല്ലോ ഗൈസ്. അതായത് നമ്മുടെ കയ്യിൽ ഫമാസിൽ ഇവ ഉണ്ട്. നമ്മൾ ഫമാസ് വെച്ച് മാക്സിമം ഞാൻ കളിക്കാറില്ല. തോമസൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് തോമസ് എടുക്കാം. നമുക്ക് ഈ കളി എന്തായാലും തോമസും വെച്ച് കളിക്കാമെന്ന് തീരുമാനിച്ചു. തോമസ് നമ്മൾ കുറേ അതായത് തോമസും വെച്ച് കളിച്ചിട്ട് എന്തായാലും നമുക്കിന്ന് ഈ കളി ഫുള്ള് തോമസൻ കളി കളിക്കാം. ഡ്രോപ്പിൽ നിന്ന് M4 കിട്ടി. AK ആണ് മാക്സിമം നമ്മൾ തപ്പണ്ടേ. ഞാൻ AK വെച്ചാണ് മാക്സിമം കളിക്കാറ്. AK നമുക്ക് തോമസിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും തോമസും കിട്ടി. AK ആണ് നമുക്ക് വെയിറ്റ് ചെയ്യണം. AK എവിടെ കിട്ടും? എന്തായാലും ഡ്രോപ്പ് മഴകൾ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. AK ആണ് നമുക്ക് വേണ്ടത്. AK ഇവിടെ വല്ലതും കിട്ടിയാൽ നമുക്ക് എടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് മാക്സിമം അങ്ങോട്ടേക്ക് പോവാം. കാറൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും കാറൊക്കെ എടുത്ത് നമ്മൾ എനിമീനെ വിളിച്ചു വരുത്തുന്നില്ല. മാക്സിമം പുഷ് ചെയ്ത് കളിക്കുക. ലാസ്റ്റ് സോൺ പിടിക്കുക. നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വലിയ AK വല്ലതും കിടക്കണ്ടോ? AK വല്ലതും കിട്ടണം. AK AW കിട്ടിയാൽ മതി. AK AW വല്ലതും കിട്ടണം നമുക്ക്. ഞാൻ AW വെച്ച് അങ്ങനെ കളിക്കാറില്ല. എന്നാലും ചുമ്മാ ഈ കളി ജസ്റ്റ് ഒന്ന് നോക്കാം. AK AW കിട്ടി നമ്മളെടുക്കും. ഇതിൽ M4 നമ്മൾ അധികം എടുക്കില്ല. AK കിട്ടുമെന്നാണ് നമ്മൾ മാക്സിമം AK ആണ് നമ്മൾ മാക്സിമം നോക്കുക. ഇതിൽ നമുക്ക് സൈഡൊക്കെ പിടിച്ച് നൈസായിട്ട് പോയിക്കോട്ടെ. ഇതിൽ എനിമിയൊന്നുമില്ല. AK കിട്ടി. അട്ടേ ഭാഗ്യം ബാൻ. ഇതിൽ നമുക്ക് AK കിട്ടിയിട്ടുണ്ട്. AK വിത്ത് തോമസൻ. ഇന്നത്തെ മാച്ച് ഇനി വേറെ കണ്ണൊന്നും എടുക്കില്ല. ഇത് ഈ 2 കണ്ണ് മാത്രം വെച്ചാണ് നമ്മൾ കളിക്കാൻ പോണേ. ലൂട്ട് ബോക്സ് ആണോ? അല്ല. നമുക്ക് എന്തായാലും മേലോട്ട് കയറി വെക്കാം. വലിയ എനിമീനെ കിട്ടിയാൽ ഇത് ബിരിയാണി വല്ലതും കിട്ടിയാൽ ഇതൊക്കെ കഴിക്കുമല്ലോ. എന്നാലും നമുക്ക് മേലായിട്ട് ജയിച്ചിട്ട് കയറി വെക്കാം. നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ലൂട്ടൊക്കെ എടുത്ത് പതുക്കെ കളിക്കുക. നമുക്ക് സോണിൻ്റെ പുറത്തിട്ട് കുറച്ച് ലൂട്ട് അടിക്കാം. എന്തായാലും ഒരു സെക്കൻഡ് സോണാണ്, വലിയ സീൻ ഉണ്ടാവില്ല. ഫസ്റ്റോ സെക്കൻഡോ സോണോ കണ്ടാണ്, വലിയ സീൻ ഉണ്ടാവില്ല. ഒരു പെണ്ണുമ്പുള്ളല്ലേ അത്? ഒരു ലടുക്കി പെണ്ണുമ്പുള്ള. എവിടെന്നാ ഫൈറ്റ് ഒന്നും പറഞ്ഞു. നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്ലൂ ആയിട്ട് റഷ്യ പെണ്ണുമ്പുള്ള. പെണ്ണുമ്പുള്ള ഭാഗ്യമാണ്. തല പൊളിഞ്ഞില്ല. എന്ത് ഭാഗ്യം പെണ്ണുള്ളനെ തല പൊളിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് ഹെഡ് നമുക്ക് കയറുന്നില്ല. നമ്മൾ കുറേ ആളായി തോമസം വെച്ച് കളിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ സാധനം പുതിയതായിട്ട് നമുക്ക് കുറച്ച് ലൂട്ടും കുറച്ച് ആമയും കിട്ടും.
നമുക്ക് വെസ്റ്റ് ഇല്ല, വെസ്റ്റ് ഉപയോഗിക്കണം. ലെവൽ 4 or 3 കിട്ടുകയാണെങ്കിൽ എത്ര നല്ലതാണ്. നമുക്ക് എന്തായാലും ഡ്രോൺ ടോക്കോ അല്ലേ ഇനിമി കിട്ടിയാലോ. നമുക്ക് എന്തായാലും മാക്സിമം അധികം സോണിൽ നിന്ന് കളിക്കല്ല. അപ്പോൾ തന്നെ നമുക്ക് സോണിൽ കയറാം. എന്തായാലും ജസ്റ്റ് ഇവിടെ ചുറ്റി കറങ്ങിയിട്ട് വരാം. അധികം സോണിൽ നിന്ന് പണിയാണ്, വണ്ടി കൂടെ കിട്ടിയില്ലെങ്കിൽ പണിയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് സോണായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഫസ്റ്റ് സെക്കൻഡ് സോണായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് നൈസായിട്ട് ലൂട്ടൊക്കെ അടിച്ചുകൊണ്ട് നമുക്ക് പോവാം. മെഡിക്കറ്റൊക്കെ മാക്സിമം നമ്മൾ എടുത്ത് വെക്കുക. സോണിലാണ് മാക്സിമം പുഷ് ചെയ്താണ് നമ്മൾ കളിക്കേണ്ടത്. കുറച്ച് ഇവിടെ ഇരുന്ന് ക്യാരക്ടർ ബീറ്റ് ഒന്നും ഇതാക്കി ചെയ്തിട്ട് പോവാം. വെൻഡിങ് മിഷനിൽ നമുക്ക് സ്കോപ്പ് മേടിക്കണം. വെൻഡിങ് മിഷനിൽ സ്കോപ്പ് ഉണ്ടെങ്കിൽ സ്കോപ്പ് മേടിക്കാം. എന്തായാലും ഈ വീഡിയോ കാണുന്ന മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമ്മളൊരു ഗിവ് അവേ കൊടുക്കുന്നതാണ് ഈ അടുത്ത് തന്നെ. എന്തായാലും അതിനകത്ത് പങ്കെടുക്കാവുന്നവർക്ക് പങ്കെടുക്കാം. നമുക്കിനി അധികം നേരം നമ്മൾ സോണിൽ നിൽക്കണം. നമ്മൾ നൈസായിട്ട് സോണിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഇവിടെ നിന്ന പണിയാണ്, നമുക്ക് എന്തായാലും കയറാം. ഒരു കില്ലുള്ളൂ. നമുക്ക് എന്തായാലും ബുയ്യാണ് നമ്മുടെ മെയിൻ ഇത്. വേണ്ടേ ബുയ്യ അടിക്കുകയോ ഇല്ലയെന്ന് നിങ്ങൾ എന്തായാലും നോക്കുന്നതാണ്. നമുക്കും കാത്തിരിക്കാം. ഒരു വണ്ടി ഇട്ടിട്ട് നമുക്ക് വണ്ടി കൂടി നൈസായിട്ട് പോവാം. ഈ ജാമോൻ്റെ അകത്തുള്ള വണ്ടിയൊന്നും സ്പീഡ് നമുക്ക് പതിവില്ല. എന്തായാലും 2 മെഡിക്കറ്റ് നമ്മൾ അടിച്ചേക്കുന്നുണ്ട്. റിസ്ക് എടുക്കള. ഡ്രോപ്പ് ഉണ്ട്, നമുക്ക് ഡ്രോപ്പ് വലിയ കിട്ടുമോ നമുക്ക് നോക്കാം. നമുക്ക് വലിയ ഉണ്ടെങ്കിൽ നമുക്ക് ലെവൽ 4 വെസ്റ്റാണ് വേണ്ടത്. ലെവൽ 3 വെസ്റ്റ് ഉണ്ട്, ഓക്കെ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ലെവൽ 4 വേണം. ഒരു മെഡിക്കറ്റും കൂടി അടിച്ചേക്കാം, വലിയ സീനില്ല. എല്ലാം ഉണ്ടാണേ. ഒരു തേങ്ങയില്ല ഗൈസ്. നമുക്ക് എന്തായാലും തിരിച്ച് വണ്ടി തന്നെ കയറി നമുക്ക് വീണ്ടും പോവാം. റിസ്ക് എടുക്കാൻ നമ്മൾ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഡ്രോപ്പ് ഒന്ന് കിടക്കുന്നുണ്ട്. അത് കാര്യം ഇത് കുറേ നേരമായി ഡ്രോപ്പ് വന്നു. അപ്പോൾ എനിമീസ് മാക്സിമം അവർ ലൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കാം. നമുക്കെന്തായാലും സ്കാനറിലായിട്ട് കയറാം. അവിടെ വലിയ എനിമി ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഫൈറ്റ് ഒഴിവാക്കുകയാണ്. നമ്മൾ മാക്സിമം പുഷ് ചെയ്യണം. ഓക്കെ ഇതിനകത്ത് എനിമിയൊന്നുമില്ല, നമ്മൾ മാക്സിമം പുഷ് ചെയ്യാണ്. നമുക്ക് ലാസ്റ്റ് ടോപ്പ് 5 ഓടിക്കണം, കില്ല് വേണം. നമുക്ക് എന്തായാലും ഈ ഡ്രോണിൽ എനിമിയൊന്നുമില്ല. നമുക്ക് താഴെ ഒരു ഡ്രോപ്പ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാൻ നമുക്ക് നോക്കാം. നമുക്ക് താഴെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പോയി നോക്കാം. 14 അലൈവ് ഉണ്ട് ഇപ്പോൾ. നമ്മളെ കൂട്ടാണ്ട് 13 അലൈവ്. അപ്പോൾ 13 അലൈവ് നമ്മൾ കൂട്ടാണ്ട് 12. ഓ മേളിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് അടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മേളിലോട്ട് പോവാം. നമ്മൾ മാക്സിമം ഫൈറ്റ് ഒഴിവാക്കുകയാണ്. നമ്മൾ ഫൈറ്റിന് പോയാൽ നമ്മളെ കുമ്മ അടിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഫൈറ്റ് ഒഴിവാക്കി നമ്മൾ ഭാഷ പുഷ് ചെയ്ത് കളിക്കുക. അങ്ങനെ നമുക്കിവിടെ നൈസായിട്ട് ഇവിടെ നമുക്ക് നിർത്താം. ഇവിടെ കുറച്ച് വെക്കാം. ഡ്രോപ്പ് അടിക്കുക. ഇവിടെ ഒരു സ്കാനർ ഇട്ടിട്ടുണ്ട്. വലിയ എനിമി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് നിൽക്കാൻ പാടില്ലല്ലോ. ഓ ഒരുത്തനുണ്ട് ഗൈസ്. അപ്പോൾ ഒരുത്തനല്ല 1-2 പേരങ്ങനെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നാൽ അത്ര ശരിയല്ല. നമുക്ക് മേലിലോട്ട് പോവാം. ഇവിടെ ഒരു ടവർ ഉണ്ടാണ്, അങ്ങോട്ടേക്ക് പോവാം. ടവർ കയറി ഇരിക്കണോ? നമുക്ക് കുറച്ച് നേരം പുഷിങ് ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം പുഷ് ചെയ്ത് കളിക്കുക. ടോപ്പ് 10 ആയിട്ടുണ്ട്. താഴെ ഗ്ലൂവാളെ കിടക്കുന്ന നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മണ്ടയിൽ കയറി കുറച്ച് നേരം ഇരിക്കാം. ഇനി മണ്ടയിൽ കയറി കുറച്ച് നേരം ഇരിക്കുക. ഇല്ലുണ്ട് ഇവിടെ ഒന്നും ഇവിടെയൊക്കെ എനിമി ലൂട്ടിയിട്ട് പോയിട്ടില്ലെന്ന് തോന്നുന്നു. താഴത്തെ അർസലനിലൊക്കെ തുറന്നിട്ടുണ്ട്. ഇതിൽ താഴെ ചെറിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. ഓ അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ചാടി നോക്കാം. ഇതിൽ കുമ്മ കിട്ടിയാൽ കിട്ടി. അതിൽ ഒരു കില്ലുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 3 കില്ലാണ് നമ്മൾ ഈ കളി ഉദ്ദേശിക്കുന്നത്. 3-4 വിത്ത് ബുയ്യാണ് ഉദ്ദേശിക്കുന്നത്. സ്കോപ്പിൽ നമുക്കെന്തായാലും ഒരു അവർ ഫൈറ്റിലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇടയിൽ കയറി അടിച്ചു. നമുക്കൊരു കില്ല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും നമുക്കൊരു ഡ്രോൺ കൂടി ഇട്ട് നോക്കാം. അതിൽ ഇനി കിട്ടിയ ഓക്കെ. ഓ താഴെ ഒരുത്തനും കൂടി ഉണ്ട്. നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഫൈറ്റ്. എന്തായാലും താഴെ ഉള്ള നമ്മളിപ്പോൾ തിരിഞ്ഞോടുകയാണെങ്കിൽ അവനക്കാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ
നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഒരു ലാൻഡ് മൈനും കൂടി ഇവിടെ ഇരുന്നോട്ടെ. രണ്ടെണ്ണം ഇരുന്നോട്ടെ, 2 3 രണ്ടെണ്ണം ഉള്ളൂ. 2 ഇരുന്നോട്ടെ. എന്തായാലും താഴെ എടുത്തുണ്ട്, അവനെ നോക്കണം. അവനെ നോക്കാണ്ട് ചുമ്മാ ഇറങ്ങിപ്പോയാൽ സൈലൻസറിന്ന് ചുറ്റുനാടിയൊക്കെ വരുന്നുണ്ട്. എവിടെ നിന്ന് കണ്ടൊക്കെ സൈലൻസറിന്നൊക്കെ അടി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ടോപ്പ് 5 ആയിരിക്കുകയാണ്. ഇനി 4 അലൈവും കൂടെ ഉള്ളൂ. നമ്മളെ കൂട്ടിക്കൊണ്ട് 5 അലൈവ് ഉണ്ട്. എന്തായാലും ആ 4 പേര് അവർ ഫൈറ്റ് എടുക്കണം. മാക്സിമം ഫൈറ്റ് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് എന്തായാലും സൈഡ് പിടിച്ചങ്ങ് കയറി പോവാം. നമുക്ക് എന്തായാലും സോണിൻ്റെ ഉള്ളിൽ കയറണം. അങ്ങനെ മേടടി നൈസായിട്ട് പോവാം. എനിമിക്ക് ഉണ്ടോയെന്ന് നമുക്ക് നോക്കിയാണ് പോണേ. എന്തായാലും മേടടി നൈസായിട്ട് പോവാണ്. നമുക്ക് അതിൻ്റെ മേളിൽ കയറിയിരിക്കാനുള്ള ഒരു ഉദ്ദേശിച്ച് നമുക്ക് പോവാം. അവിടെ ഇരിക്കാം. നമുക്ക് അവിടെ സോണും ഉണ്ട്, അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ താഴെ ആയിരിക്കും എനിമീസൊക്കെ. മേളിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാണ്ടില്ല, ചിലപ്പോൾ ഉണ്ടാവും. എവിടെ നിന്നും സൈലൻസർ ചടിക്കും. മേളിൽ അതൊന്നും വീടില്ല, എന്താണെന്നില്ല. മേളിലാണ്. നമുക്കൊരു മെഡിക്കറ്റ് അടിക്കാം. നമുക്ക് മാക്സിമം ഡാമേജ് കൊടുക്കാം. നമ്മൾ തലയടിച്ച് പൊളിച്ച് കിണ്ണം കാച്ചി ഒരു എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ വരുമ്പോൾ തന്നെ ഗ്ലൂ വാൾ ഇടാനാണ് ഉദ്ദേശിച്ചവൻ. പക്ഷെ അവൻ ഗ്ലൂ വാൾ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഗ്ലൂ വാൾ ഇടാൻ പറ്റിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ പൊക്കത്തിരിക്കാം. 3 കില്ലായിരിക്കുകയാണ്. നമുക്ക് മാക്സിമം ഒരു 5 കില്ലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ല. വണ്ടിയൊക്കെ പോകുന്നുണ്ട് താഴെ കൂടെ. ബൈക്കിൽ ഒരുത്തം കറങ്ങിയെടുക്കണം. നമുക്കാണ് ഗൈസ് സോൺ. അൽഹംദുലില്ലാ. എന്തായാലും അവൻ അടിക്കുകയാണ്. അവൻ വണ്ടീൻ്റെ ക്യാരക്ടറൊന്നും ഇട്ടിട്ടില്ല. നമുക്കന്നേരം മാക്സിമം ആ ഗ്ലൂ വാൾ അടിച്ച് പൊളിക്കാൻ നോക്കാം. എനിക്ക് എന്തായാലും നമ്മൾ ഡാമേജ് കൊടുത്തിട്ടുണ്ട്. 55 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ വാളിട്ട് കവർ ചെയ്യണം. നമുക്ക് എന്തായാലും ആ ഗ്ലൂ വാൾ അടിച്ച് കുട്ടികളെ ടെൻഡൻസ് നോക്കാം. മാക്സിമം നമ്മൾ ഗ്ലൂ വാൾ അടിച്ച് വിളിക്കാം. ഗ്ലൂ വാൾ ക്യാരക്ടർ വെച്ചുകൊണ്ട് നമുക്ക് ഇച്ചിരി ടഫാണ്. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടിക്കാം. നമ്മുടെ ലാമുണ്ട്. എനിക്ക് ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ നിന്നടിച്ചാൽ പണിയാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം മെഡിക്കിറ്റ് അടിച്ച് റിപ്പയർ കിറ്റൊക്കെ അടിച്ച് മാക്സിമം വലിയ ഫൈറ്റില്ലാണ്ട് നമുക്ക് നോർമലായിട്ട് നമുക്ക് കളിക്കാം. പിടിച്ചിട്ട് എന്താ ചാവത്തിൻ്റെ. എന്തായാലും നമുക്ക് ഗ്ലൂ വാൾ അടിച്ച് പൊളിക്കാം. ഗ്ലൂ വാൾ അങ്ങോട്ട് അടിച്ച് പൊളിക്കാം. എനിക്ക് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഗ്ലൂ വാൾ അടിച്ച് പൊട്ടണില്ല. ഗ്ലൂ വാളാണ്. ഇതിലും ഈ ഗ്യാപ്പിന് ചിലപ്പോൾ താഴ്ന്ന് നമുക്ക് അടി വരും. നമുക്ക് എന്തായാലും ഇതൊക്കെ വലിച്ചു വാരിയിടും. എന്തെങ്കിലും കാണിക്കട്ടെ. നമുക്ക് ചുമ്മാ ഇങ്ങനെ വലിച്ചു വാരിയെറിയാം. ചിലവൻ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു നമുക്ക് ഇനി ഇറങ്ങിയടിക്കണം. നമുക്ക് ജസ്റ്റ് ഇറങ്ങിയടിക്കാം. ഇതാണ് നമ്മുടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞ ഇതാണ്. MIT പിടിച്ചുകൊണ്ട് വന്നാണ്. നമ്മളെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം കില്ല് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1v1 സിറ്റുവേഷനാണ്. എന്തായാലും ആ വണ്ടിയും കൊണ്ട് ഇറങ്ങി നടക്കണം. നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നമുക്ക് എന്തായാലും മേളിൽ കയറിയിരിക്കാം. സോൺ അവനക്കാണ് അഡ്വാൻറ്റേജ്. നമുക്ക് അത്ര അഡ്വാൻറ്റേജ് ഇല്ല. നമ്മൾ ഹൈറ്റിലാണ് നിൽക്കണമെങ്കിലും താഴ്ത്തത്ര നമുക്ക് ഗ്ലൂ വാൾ അടിക്കാൻ പറ്റത്തില്ല. വണ്ടി അടിച്ച് വിളിക്കുക ഒരു ടെൻഡൻസി. നമുക്ക് വണ്ടി അടിച്ച് വിളിക്കാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കവർ കിട്ടാൻ നല്ല അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉണ്ട്. നമ്മളെന്തായാലും ഒരു ഡ്രോൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് നെയ്സായിട്ട് ഇറങ്ങാൻ ഒരു തല കിട്ടുക. കാച്ചി പോയി. ഞാൻ പറഞ്ഞത് 5 പൂയാണ് നമ്മൾ കളിച്ചിരിക്കുന്നത്. എന്തായാലും താങ്ക് യു ഗൈസ്. ഈ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.